ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാൻകട്ടായി ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത്. അതിനായി 2 കപ്പ് മൈദയും 1/4 കപ്പ് റവയും 1/4 കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് പശു നെയ്യും ഏലക്കാപ്പൊടിയും ഉപ്പും പഞ്ചസാര പൊടിച്ചതുമാണ് എടുത്തത്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു ബൗളിലിട്ട് മിക്സാക്കി എടുക്കാം. അതിനായി ആദ്യമായി ഒരു ബൗളെടുത്ത് കുറച്ച് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഈ പശു നെയ്യ് ഒഴിച്ച് പഞ്ചസാരയും കൂടി രണ്ടും കൂടി നമുക്ക് മിക്സാക്കി വെക്കാം. ഈ പശു നെയ്യും പഞ്ചസാരയും കൂടി നല്ലവണ്ണം മിക്സാക്കണം. ഇതിൻ്റെ കളർ ചേഞ്ചായി വരണം. പഞ്ചസാര പൊടിച്ചതാണ്. ഇത് നല്ല ക്രീമി കളറാകുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റവയാണ്, തരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 കപ്പ് തരി എടുത്തിട്ടുണ്ട്, അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സാക്കിയിട്ടാകുമ്പം കടലപ്പൊടി 1/2 കപ്പ് കടലപ്പൊടി എടുത്തിന് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി കുറേശ്ശെയായി നമുക്ക് മൈദയും ഇട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലാണ് കാണിച്ചു തരുന്നത്. ഓവണിലും ഇതന്നെയാണ് വെച്ചാൽ മതി. ഇതിങ്ങനെ ബോളാക്കി ഇതിൻ്റെ നടുക്കൊരു കുഴിയാക്കി അതിലേക്ക് നമുക്ക് കാഷ്യൂം പിസ്തയും വെച്ച് കൊടുക്കാം. ഇതുപോലെ ബോളാക്കി നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുക്കാം. ഇപ്പം 4ലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഞാൻ കുക്കറിലാണ് ഇത് വെച്ച് കൊടുത്തത്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പിസ്തയും അണ്ടിപ്പരിപ്പും കൂടി പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിൽ ഇങ്ങനെ വെച്ചാൽ മതി. സ്ലോയിൽ ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വെച്ചാൽ മതി. ഓവണിൽ വെച്ചതാണ് ഇത്. കുക്കറിൽ വെച്ചതും ഓവണിൽ വെച്ചതും വ്യത്യാസമൊന്നുമില്ല. എന്നാലും കുക്കറിൽ വെച്ചതാണ് ഒന്നും പൊട്ടാതെ കിട്ടിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.